ഹായ് ഹലോ, ഞാൻ ആതിര. എസ് സ്റ്റോറിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കോട്ടൺ കുർത്തീസിന്റെ കളക്ഷനാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല അഫോർഡബിൾ റേറ്റിൽ വരുന്ന കോട്ടൺ കുർത്തീസിന്റെ കളക്ഷൻസ് ആണ്. നല്ല ഷെയ്ഡ്സ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യേണ്ട വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ നോക്കാം. അതിനു മുന്നേ നമ്മളെ ഷോപ്പ് വന്നത് തൃശ്ശൂർ ഊരകം എന്ന പ്ലേസിലാണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യാം. നമ്മൾ ഈ ചാനലിൽ കൂടെ കാണിക്കുന്ന കളക്ഷൻസ് ഒക്കെ നമ്മുടെ ഷോപ്പിലും അവൈലബിൾ ആയിരിക്കും. അതുപോലെ ചാനലിലും ഡെയിലി അപ്ഡേറ്റ്സ് ഉണ്ടായിരിക്കും. അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ആക്കുക, അതിലത്തെ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ഓൺ ആക്കി വെക്കുക. എന്നാൽ മാത്രമേ നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ ഒട്ടും വൈകിക്കേണ്ട, വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റ് വരുന്ന ഷെയ്ഡ് നല്ലൊരു യമൻ യെല്ലോ ഷെയ്ഡാണ്. ഞാൻ ഈ വേറെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ്. അപ്പോൾ ഇതിന് ലെങ്ത് വന്നിട്ടുള്ളത് 46 ഇഞ്ചസ് ആണ്. ഞാൻ വേറെ സൈസ് വന്നത് മീഡിയം സൈസ് ആണ്, 38 ആണ്. അപ്പോൾ അതിന്റെ ക്ലോസർ വ്യൂ കാണാം. ക്ലോസർ വ്യൂ അങ്ങനെ വരും. ഒരു പാച്ചാണ് യോക്കിൽ കൊടുത്തിട്ടുള്ളത്. ബാക്കി ബോഡി പോർഷനൊക്കെ ലെമൺ യെല്ലോ കളർ തന്നെയാണ് ബേസ് വന്നിട്ടുള്ളത്. പാച്ച് മാത്രം വേറൊരു ഡിഫറെൻറ്റ് പ്രിന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. നെക്ക് വന്നത് റൗണ്ട് നെക്കാണ്. അപ്പോൾ ഫുൾ വ്യൂ ഇങ്ങനെ വരും. മെറ്റീരിയൽ പ്രൊവൈഡ് ആക്കിയിട്ടുള്ളത് സ്ലബ് കോട്ടൺ ആണ്. ആ സെയിം മെറ്റീരിയൽ തന്നെയാണ് പാച്ചിലും കൊടുത്തിട്ടുള്ളത്. പാച്ച് ഡിഫറെൻറ്റ് പ്രിന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ബാക്കി ബോഡി പോർഷനൊക്കെ ആ ഒരു യമൻ യെല്ലോ ഷെയ്ഡ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ സ്ലീവ് 3/4 സ്ലീവ് ആണ്. സ്ലീവിൻ്റെ എന്തെങ്കിലും ആ ഒരു യോക്കിലത്തെ സെയിം പാച്ച് തന്നെയാണ് പ്രൊവൈഡ് ആക്കിയിട്ടുള്ളത്. പിന്നെ ബാക്കി ഫുൾ ബോഡി പോർഷൻ ലൈനിങ് പ്രൊവൈഡഡ് ആണ്. സ്ലിറ്റഡ് മോഡൽ കുർത്തിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കുർത്തിയുടെ കൂടെ ഞാൻ പെയർ ചെയ്തിട്ടുള്ളത് സ്ട്രെയിറ്റ് ബോട്ടാണ്. ഗ്രീൻ ഷെയ്ഡിലുള്ളൊരു സ്ട്രെയിറ്റ് ബോട്ടാണ്. അപ്പോൾ സ്ട്രെയിറ്റ് ബോട്ടത്തിന്റെ ഡീറ്റെയിലിംഗ് വരികയാണെങ്കിൽ സ്ട്രെയിറ്റ് ബോട്ടം നമ്മൾ എല്ലാ വീഡിയോസിലും അതിന്റെ ഡീറ്റെയിലിംഗ് പറയാറുണ്ട്. അപ്പോൾ പുതിയ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഒന്നും കൂടെ പറയാണ്. 30+ ഷെയ്ഡ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അതായത് പേസ്റ്റൽ ഷെയ്ഡ്സും മെയിൻ കളേഴ്സും. പിന്നെ മെറ്റീരിയൽ യൂസ് ആക്കിയിട്ടുള്ളത് കോട്ടൺ മെറ്റീരിയൽ ആണ്. ഫുൾ വ്യൂ ഇങ്ങനെ വരും. ബാക്കിൽ ഇലാസ്റ്റിക് ആണ് പ്രൊവൈഡ് ആക്കിയിട്ടുള്ളത്. ഫ്രണ്ടിൽ ഡോറീസ് വെച്ചിട്ടാണ് സ്റ്റൈൽ ചെയ്തിട്ടുള്ളത്. 2 പോക്കറ്റ്സ് ഫ്രണ്ടിൽ വരുന്നുണ്ട്. ലെങ്ത് വരുന്നത് 39 to 40 ഇഞ്ചസ് ആണ് ലെങ്ത് വരുന്നത്. അതുപോലെ പിന്നെ സൈസ് വരുന്നത് ഫ്രീ സൈസ് ആണ്. അതുപോലെ ഇതിന്റെ റേറ്റ് വരുന്നത് 270 രൂപയാണ്. അപ്പോൾ ആവശ്യമുള്ളവർ നമുക്ക് വാട്സപ്പ് ത്രൂ ഓർഡർ തരാവുന്നതാണ്. അതുപോലെ കുർത്തിക്ക് വരികയാണെങ്കിൽ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലുള്ള കുർത്തീസ് ആണ് നമ്മൾ ഇന്ന് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. 550 രൂപയാണ്. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സൈസസ് M2 XXL ആണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ നെക്സ്റ്റ് ഷെയ്ഡ് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ്. പിങ്കും ആ ഒരു ക്രീം കളറിന്റെ കോമ്പിനേഷനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ക്ലോസർ വ്യൂ കാണാം. ക്ലോസർ വ്യൂ ഇങ്ങനെ വരും. പാച്ച് വന്നിട്ടുള്ളത് ആ ഒരു പിങ്കും ക്രീം കളറാണ്. ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഇങ്ങനെ സ്ട്രൈപ്സ് പോലെ പോകുന്ന ഒരു പ്രിന്റ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ ഷോ ബോൾസ് പ്രൊവൈഡ് ആക്കിയിട്ടുണ്ട്. നെക്ക് റൗണ്ട് നെക്കാണ്. ഫുൾ വ്യൂ ഇങ്ങനെ വരും. ആ ഒരു സെയിം ഡീറ്റെയിലിംഗ് തന്നെയാണ് ഈ ഒരു ടോപ്പിൽ വന്നിട്ടുള്ളത്. റൗണ്ട് നെക്കാണ്. സ്ലിറ്റഡ് മോഡൽ ടോപ്പാണ്. ഫുൾ ബോഡി പോർഷൻ ലൈനിങ് പ്രൊവൈഡഡ് ആണ്. അതുപോലെ സ്ലീവ് 3/4 സ്ലീവ് ആണ്. സ്ലീവിൻ്റെ എൻഡിലും ആ ഒരു യോക്കിൽ സെയിം പാച്ച് തന്നെയാണ് സ്ലീവിൻ്റെ എൻഡിലും പ്രൊവൈഡ് ആക്കിയിട്ടുള്ളത്. ബാക്ക് വ്യൂ ഇങ്ങനെ വരും. അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത് 550 രൂപയാണ്. അവൈലബിൾ ആയിട്ടുള്ള സൈസസ് വരുന്നത് M2 XXL ആണ്. പിന്നെ ഈ കുർത്തിയുടെ കൂടെ പെയർ ചെയ്തിട്ടുള്ളത് ക്രീം ഷെയ്ഡിലുള്ള ഒരു സ്ട്രെയിറ്റ് ബോട്ടാണ്. അപ്പോൾ നെക്സ്റ്റ് ഷെയ്ഡ് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഡാർക്ക് ആഷ് ആൻഡ് യെല്ലോ കോമ്പിനേഷൻ ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ്. അപ്പോൾ ഇതിന്റെ ക്ലോസർ വ്യൂ കാണാം. ക്ലോസർ വ്യൂ ഇങ്ങനെ വരും. ആ ഒരു സെയിം ഡീറ്റെയിലിംഗ് തന്നെയാണ് ഈ കുർത്തിയിൽ വന്നിട്ടുള്ളത്. യോക്കിൽ നല്ലൊരു യെല്ലോയും ആ ഒരു ഗ്രേൻ്റെയാണ് പ്രിന്റ്സ് കൊടുത്തിട്ടുള്ളത്. അതായത് സ്ട്രൈപ്സ് പോലത്തെ പ്രിന്റ്സ് ആണ്. ബാക്കി ഫുൾ ബോഡി പോർഷൻ ആ ഒരു ഡാർക്ക് ഗ്രേ ഷെയ്ഡാണ് ബേസ് ആയിട്ട് വന്നിട്ടുള്ളത്. അതുപോലെ ഷോ ബോൾസിന്റെ കളറും ആ ഒരു ഗ്രേ ഷെയ്ഡ് തന്നെയാണ്. ഫുൾ വ്യൂ ഇങ്ങനെ വരും.
അപ്പോൾ സ്ലീവ് വരുന്നത് 3/4 സ്ലീവ് ആണ്. സ്ലീവിന്റെ എൻഡിലും ആ ഒരു യോക്കിന്റെ സെയിം പാച്ച് തന്നെയാണ് എൻഡിലും പ്രൊവൈഡ് ആക്കിയിട്ടുള്ളത്. സ്ലിറ്റഡ് മോഡൽ കുർത്തിയാണ് വന്നിട്ടുള്ളത്. അതുപോലെ ഫുൾ ബോഡി പോർഷൻ ലൈനിങ് പ്രൊവൈഡഡ് ആണ്. ബാക്ക് വ്യൂ ഇങ്ങനെ വരും. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സൈസസ് വന്നത് M2 XXL ആണ്. പ്രൈസ് വന്നത് 550 550 രൂപയാണ്. നെക്സ്റ്റ് ഷെയ്ഡ് നോക്കാം. അപ്പോൾ ഈ ഒരു മോഡലിലെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഡാർക്ക് പീച്ച് ഷെയ്ഡാണ്. ആ ഒരു യെല്ലോ ഷെയ്ഡും പീച്ചും ചേർന്നൊരു കോമ്പിനേഷനാണ് വന്നിട്ടുള്ളത്. നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു അട്രാക്റ്റീവ് കളറായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ക്ലോസർ വ്യൂ കാണാം. ക്ലോസർ വ്യൂ ഇങ്ങനെ വരും. നല്ല ഭംഗിക്കാണ് യോക്കിൽ സ്ട്രൈപ്സ് വന്നിട്ടുള്ളത്. ഷോബോൾസും ആ ഒരു സെയിം കളറ് പീച്ച് കളർ തന്നെയാണ് ഷോബോൾസും പ്രൊവൈഡ് ആക്കിയിട്ടുള്ളത്. പിന്നെ നെക്ക് വന്നതും റൗണ്ട് നെക്കാണ്. ഫുൾ വ്യൂ ഇങ്ങനെ വരും. പിന്നെ സ്ലീവ് 3/4 സ്ലീവ് തന്നെയാണ്. സ്ലീവിന്റെ എൻഡിലും ആ ഒരു സെയിം പാച്ച് തന്നെയാണ് എൻഡിലും പ്രൊവൈഡ് ആക്കിയിട്ടുള്ളത്. ഫുൾ ബോഡി പോർഷൻ ലൈനിങ് പ്രൊവൈഡഡ് ആണ്. അതുപോലെ സ്ലിറ്റഡ് മോഡൽ കുർത്തിയാണ് വന്നിട്ടുള്ളത്. ഈ ഒരു മോഡൽ കുർത്തിയുടെ കൂടെ ഞാൻ പെയർ ചെയ്തിട്ടുള്ളത് ക്രീം ഷെയ്ഡിലുള്ളൊരു സ്ട്രെയിറ്റ് ബോട്ടാണ്. അതുപോലെ നമുക്ക് യെല്ലോ ഷെയ്ഡ് ഗ്രീൻ ഒക്കെ നമുക്ക് ഇതിന്റെ പെയറായിട്ട് പാൻസ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിലത്തെ റേറ്റ്, ഈ ഒരു ടോപ്പിന്റെ റേറ്റ് വന്നത് 550 550 രൂപയാണ്. സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ടു XXL ആണ്. അപ്പോൾ ഇന്നത്തെ കോട്ടൺ കുർത്തീസിന്റെ കളക്ഷൻസ്, അതായത് കാഷ്വൽ വെയർ കളക്ഷൻസ് ആണ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. അഫോർഡബിൾ റേറ്റ് ആണ്. 550 ആണ് എല്ലാ ടോപ്പിലും വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ കളക്ഷൻസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.